എന്താ സാറേ കാണില്ല തുറയല്ലേ സാർ ഇത് തേങ്ങ എന്നല്ല പിടിച്ചിങ്ങനെ കുളിക്കാനായിട്ട്. എത്ര ലിറ്ററിന്റെ ആണത്? ഇത് 260 ലിറ്റർ. കുറയോ? എന്ത് ലിറ്ററാ? ലിറ്ററല്ല, ഇത് പൈസ കുറയോന്ന്. പൈസ കുറയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ വില ചോദിക്കും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം. അങ്ങനെയല്ലേ കച്ചവടം. ഇപ്പൊ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇതല്ലേ? അതെ സാർ, പുതിയ മോഡലാ. സംഭവം കൊള്ളാം, ഇഷ്ടമായി. എന്താണ് അപ്പൊ ഇതിന്റെ പ്രൈസ്? ഡബിൾ ഡോറൊക്കെയാണ്. കണ്ട സാറ് നോക്കൂ, ഇതിന്റെ അകത്തൊക്കെ നല്ല പ്രൈസ് ഒക്കെ ഉണ്ട് അതിന്. ഇതിന്റെ ഫ്രീസർ മുകളിലാണല്ലോ? അതെ സാർ, മോഡലാണ്. ഇപ്പൊ താഴത്താണ് ഫ്രീസർ വെക്കേണ്ടതെന്ന് പറഞ്ഞൊരു പരസ്യം കണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. അല്ല, അത് സാറേ പുതിയ മോഡൽ ഇറങ്ങുന്നുണ്ട്, മുകളിലും താഴത്തൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മോഡലാണ്. അപ്പൊ ഇത് മേടിച്ചിട്ട് തലകുത്തി വെച്ചാലും മതി. സാർ ഭയങ്കര തമാശ. അല്ല, ലാസ്റ്റ് എന്താണ് ഇതിന്റെ? ഇതിനിപ്പോ കമ്പനി റേറ്റ് എന്ന് പറഞ്ഞാൽ 20,500 രൂപ. ഓ, കൂടുതലാണുള്ളത്. അല്ല, നമുക്ക് അങ്ങനെയല്ല, അത് കറക്റ്റ് റേറ്റ് ആണ് സാർ. അല്ല, പിന്നെ ഡിസ്കൗണ്ട് ഒന്നുമില്ലേ? 400 രൂപ കുറയ്ക്കാം. അയ്യോ, വേണ്ട കേട്ടോ, വേണ്ട സാർ. ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോ അതിനൊരു പരിധിയൊക്കെ ഉണ്ട്. 400 നല്ല കൂടുതൽ കുറയ്ക്കാൻ പറ്റും. എല്ലാ കടയിലും കൊടുക്കേണ്ട ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലാ? ചോദിച്ചു നോക്കൂ, 1000 രൂപ കുറക്കൂ. 1000? ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. സാറേ ചോദിച്ചു 1000 കുറയ്ക്കാൻ പറ്റില്ല. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു 750 രൂപ കുറയ്ക്കാം. മാക്സിമം അതേ കുറയുള്ളൂ. അപ്പൊ ഈ 750 കുറച്ച് കഴിഞ്ഞിട്ട് എത്ര രൂപ വരും? അപ്പൊ 20,500 നിന്ന് 750 കുറയുമ്പോ 19,750 രൂപ. 19,750. അത്രേ ഉള്ളൂ ഇതിന്റെ. ഓ, സമാനമായി. ഓക്കെ, അപ്പൊ പാക്ക് ചെയ്യാലേ? അയ്യോ, ഇതൊന്ന് പാക്ക് ചെയ്യല്ല. പാക്ക് ചെയ്യണ്ട. ഞാൻ ഇതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ഇന്നലെ വി ഹോംസിന്ന് വാങ്ങി. പിന്നെന്തിനപ്പോ ഇങ്ങോട്ട് വന്ന്? അല്ല, അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഭാര്യ പറയണ വില കൂടിപ്പോയി, എന്നെ പറ്റിച്ചെന്ന്. അതിന് അപ്പൊ ഞാൻ ഇവിടുത്തെ വില ഒന്നും അറിയണമല്ലോ. കുഴപ്പമില്ല, സെയിം വിലയാണ്. വില അറിയാമെന്നാണ് സംഭവം. ഇത് തന്നെ വില എല്ലാ കടയിലും സെയിം ആണ്. ഇപ്പൊ സാധനം വേണ്ട? സാധനം ഇപ്പൊ വേണ്ട, ഇന്നലെ എടുത്തല്ല. സാറ് ചെല്ല്. അതെ ചേട്ടാ, ഇതേ അതെ വേണ്ട ഇല്ലെന്ന് സാറേ, തുറണ്ട. ആവശ്യമുള്ള സമയം എടുത്താ പോ സാറേ. എന്റെ ഫോൺ അതിന്റെ അകത്ത് വെച്ച് മറന്നുപോയി. ഫോണ്? വേണ്ട, ഫോണാണ് അതിനകത്ത് വെച്ചുപോയി. സോറി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെ വന്നോളാ. അങ്ങനെയല്ലേ? എന്തിനാ നീ ഇപ്പൊ ഇതെടുത്ത് കയ്യിൽ വിളിച്ചേക്കാം? വാക്വം ക്ലീനർ പറഞ്ഞ അവിടെ ഇല്ലേ? നീ അതവിടെ വെച്ചത് ശ്യാമളേത്? അതവിടെ വെക്ക്. എന്ത് ഹായ് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ മേടിക്കാന്നാ ഞാൻ പറഞ്ഞത്. അവിടെ ഉള്ള ഡിസൈൻ എന്ത് ചെയ്യും? ഇതുണ്ട് ശീതളേട്ടാ, ഇങ്ങനത്തെ അലമാരി, ഇങ്ങനെ ഉള്ളിലോട്ടിരിക്കുന്ന അലമാരി കണ്ണാടിയിലുള്ളത് വേണമെന്നാ പറഞ്ഞത്. അതാവുമ്പോ നല്ലപോലെ കാണാൻ പറ്റുമായിരുന്നു. മറ്റേല് നിനക്ക് കാണാൻ പറ്റണല്ലോ അപ്പൊ അവിടെ ഇരിക്കണേല്. ഇതിനകത്ത് ഇത്രയും ഇങ്ങനെ രണ്ട്. നീ ഇപ്പൊ എന്തെടുക്കാൻ വന്നാണ് ശ്യാമളെ? എന്തെടുക്കാൻ വന്നേക്കണേ നമ്മളിവിടെ? ഏതാ ആവശ്യം? ഫ്രിഡ്ജ് മേടിക്കാൻ. അതൊക്കെ ആ സൈഡിലെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും. മിക്സി ഒരു മിക്സി മേടിച്ചു തരുമോ? ഒരു വീട്ടില് 2 മിക്സിയാ? അത് പഴുത്തി ആയില്ല, ഭയങ്കര ഒച്ചപ്പാട് അതിന്ന് കേൾക്കണത്. നീ അവിടെ നടന്നേ. നിനക്കെ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ വന്ന പണിയാണ്. പോയിരിക്കണം അവിടെ. വിൽക്കാനുള്ള സാധനങ്ങൾ ആളുകൾ കാണുന്നു. ഇരുന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ നല്ലതാണോ. ഇത് നമ്മൾ എടുക്കണ്ടോ? എന്നെ തലക്ക് പ്രാന്ത് പിടിപ്പിക്കല്ലേട്ടാ. നമുക്ക് സാധനം ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഈ പൈസക്ക് എന്തിനും ഉണ്ടെന്ന് വെക്കണം. നീ ഇപ്പൊ എന്തിനു നോക്കണത്? നിനക്ക് ആവശ്യം എന്തോന്നാ? ഫ്രിഡ്ജ് അവിടെ ഇരിക്കണെന്ന്. എന്താണ് അയ്യേ? ഇതല്ല, പിന്നെ എനിക്കുണ്ടത്. ഫ്രിഡ്ജ് വേണ്ടേ? ഇതേപോലത്തെ തന്നെയല്ലേ വീട്ടിലുള്ളത്. ഇത് തന്നെ പിന്നെ മേടിച്ചോണോ? എന്തിനാ മോളെ ഏതാ ഉദ്ദേശിക്കണേ ഇപ്പൊ? എനിക്ക് വലുത് വേണം. എടി, ഈ സാധനത്തിൽ തന്നെ വെക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നീ എന്തായാലും വെച്ചിരുന്നു. വല്ല തലേ ദിവസം മീൻകറി കുറച്ച് പച്ചക്കറി അല്ലാതെ. അത് അതിനകത്ത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറെ സാധനങ്ങൾ വെച്ചേനെ. എനിക്കുണ്ടല്ലോ ശീതളേട്ടാ, നമ്മളന്ന് പെരവസ്ഥയിലേക്ക് ആയപ്പോഴത്തേനും ഇങ്ങനെ 2 സൈഡിലോട്ട് തുറക്കണ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ടില്ലേ? അതുപോലെ. അത് ഫ്രിഡ്ജല്ല, അവരുടെ ഫ്രണ്ട് ഡോർ ആയിരുന്നു. ഇത് ഇങ്ങനെ ഓർക്കണത്. ഫ്രിഡ്ജിന് ഇങ്ങനെ ഓർക്കും.
അല്ല ഞങ്ങളൊരു ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നു. ആ ഫ്രിഡ്ജ് ഇതേ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഫ്രിഡ്ജാണത്. അതെ അതെ. പുതിയ മോഡലൊക്കെ വന്നിട്ട് ഞങ്ങളിവിടെ എക്സ്ചേഞ്ച് ആണ്. ഇവിടെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീട്ടിലുള്ള ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ശരി നോക്കാം സാർ. ഇത് മതിയോ? ഇത് മതിയോ? അല്ല ഇത് വേണ്ട. ഇത് എന്താ കുഴപ്പം? ഇത് 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 അല്ല ഇത് മതി. അല്ല ചേട്ടാ, ഇതേപോലത്തെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതേ. അപ്പൊ അതിന് 24 മണിക്കൂറും കംപ്ലൈന്റ് ആന്നേ. അതിന്റെ ഡോറ് നോക്കണം, അടച്ചു വെച്ചാ അടയൂട്ടോ. കുറച്ച് കഴിയുമ്പത്തിന് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പത്തിന് ഇത് താനെ തുറന്നു പോയി. ബൂസ്റ്റൊന്നും അല്ല, അതിന് ശരിക്കും എന്തോ കംപ്ലൈന്റ്. സാറേ നമ്മൾ എപ്പോഴും ഈ ഫ്രിഡ്ജിന്റെ ഡോറാണ് സ്ട്രോങ് ആയിരിക്കുന്നത്. പിന്നല്ലേ ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്നാൽ കൂളിംഗ് നിൽക്കില്ല, കറണ്ട് ഒരുപാട് ചെലവാകും. അതാ മാറ്റണം നല്ലത്. ഇപ്പൊ പിന്നെ പുതിയ പുതിയ മോഡലുകൾ ഉണ്ടല്ലോ, അതെ. ഡബിൾ ഡോറിന്റെ ഒക്കെ അവിടെ ഉണ്ട്. വരും സാർ, അവിടെ നോക്കാം. മാഷ, നമ്മുടെ വീടിന്റെ സൗകര്യം അനുസരിച്ച് ഈ ഒരു സാധനം മതി. ഇതിന് ലാസ്റ്റ് ഒരു 15,000. 15. ഇതോ? അപ്പൊ ഇതോ? അത് 14 റുപ്യ. അപ്പൊ ഇത് മതി. ഇത് മതി, ഈ സാധനം മതി. ഇത് വേണം. ഇത് പോരെ. വേണ്ട, അത് വേണം. ഇതിന് ചെറുതുണ്ടോ നോക്കുന്ന ഈ ടൈപ്പല്ലായിരുന്നു നമ്മുടെ അവിടെ. എനിക്കത് വേണം. ഇത് ശരിക്കും മതി. ഇനിയിപ്പോ ഇത് വളരെ ഇഷ്ടം ഇതിരിക്കട്ടെ. 15 രൂപ. അപ്പൊ ഇത് എടുക്കാം അല്ലെ? ഇത് 15. നമ്മളിപ്പോ ഈ എക്സ്ചേഞ്ച് കൊടുത്ത സാധനത്തിന് 2000 രൂപ അല്ലേ നമുക്ക് തരണേ? 2000 അത് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞ 2000 രൂപ. മറ്റേ പത്രത്തിൽ കണ്ടല്ലോ, പരസ്യത്തില് എക്സ്ചേഞ്ച് സാധനങ്ങൾക്ക് 2000 രൂപ. അയ്യോ മേഡം, അതല്ല. ഏറ്റവും ഒരു നല്ല സാധനമാണെങ്കിൽ 2000 റുപ്യ. പിന്നെ ബാക്കി നമ്മൾ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് വില പറയുക. ഏറ്റവും നല്ലത് ഇവിടെ കൊണ്ടുവന്ന് ചേഞ്ച് ചെയ്യേണ്ട അല്ല, കാര്യമില്ല. അങ്ങനെയല്ല. നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്തൊരു സാധനം നമുക്ക് നോക്കിയാൽ മനസ്സിലാവല്ലോ. അതിന് ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ. 24 മണിക്കൂറും ഡോർ അടയില്ലെങ്കിൽ പിന്നെ അതിന് 2000 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞ കഷ്ടമാണ്. 24 മണിക്കൂർ ഞാനൊരു ഒഴുക്കില് പറഞ്ഞതാ. ഇവള് വെറുതെ പറഞ്ഞുണ്ടാക്കണ കംപ്ലൈന്റ് അതായത് അതിന് മാത്രമുള്ള കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഈ ഡോർ അടയില്ല എന്ന് പറഞ്ഞാല് എപ്പോഴും അങ്ങനെ അടയാതിരിക്കില്ല. വല്ലപ്പോഴും ഒക്കെ ഒന്ന് പതുക്കെ തുറന്നു പോരാ, നമ്മളപ്പോ തന്നെ അടച്ചതങ്ങോട്ട് ആകും. അല്ല, എന്തായാലും കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് അതൊന്നും നോക്കിയിട്ട് പറയാൻ പറ്റും. നോക്കണ്ടല്ലോ, അവൻ നോക്കിയിട്ട് പറയും. ഉണ്ണിയാ നോക്കിയാ ഒരു കാര്യമില്ല. ഫ്രിഡ്ജ് എങ്ങനെ ഉണ്ട്? നല്ലല്ലേ? പറ്റപ്പോയിത് ഒന്നിനും കൊള്ളൂല അത്. നമ്മളിപ്പോ കൊണ്ടുവന്ന അതെ അതെ ഞങ്ങള് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജ് അല്ലേ? അതിന്റെ ഈ സൈഡ് ഒരു പേര അങ്ങനത്തെ വരല്ല ശരിയേട്ടാ. അന്ന് മറിഞ്ഞു വീഴാൻ പോയി. മനസ്സിലായി. അത് ഇതിന്റെ പുറത്തല്ലേ, ഒന്ന് പോളിഷ് ചെയ്താ പോകുന്ന കാര്യം. പക്ഷെ പറഞ്ഞ കാര്യമില്ല, അതിന്റെ ഉള്ളില് 2 പൂത്ത ചെറുനാരങ്ങ. അത് എടുത്തു കളഞ്ഞാ പോലെ തുടച്ചാ പോലെ. അല്ല, ഈ ചെറുനാരങ്ങക്കുള്ളിൽ പൂത്തിരിക്കുക പറയുമ്പോ അത് അത്ര ദിവസം വർക്ക് ചെയ്യാതിരിക്കണതാവും അല്ലേ? എന്റെ മാഷ, അത് ഞങ്ങള് വീട്ടിൽ ഉപയോഗിച്ചിരുന്നല്ലേ ഫ്രിഡ്ജ്. ഇവിടെ കുത്തി നോക്കി വർക്ക് ചെയ്യുന്നില്ല. ഏത്? അത് നിങ്ങളുടെ പ്ലഗിന് വല്ല കംപ്ലൈന്റ് ഉണ്ടാവും, അത് നോക്ക്. അതുണ്ട്. എന്ത്? ഇവിടെ പ്ലഗിന് കംപ്ലൈന്റ് ഉണ്ട്. ഞങ്ങള് ഫ്രിഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതല്ല. അത് ഇപ്പൊ എന്തായാലും ഈ കംപ്ലൈന്റ് ഉള്ള സ്ഥിതിക്ക് ഡോറടയായും കോറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആക്രിക്കാർ കൊടുക്കില്ല. അത് ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറയണ എനിക്ക് മനസ്സിലാവില്ല. എന്തിലാവട്ടെ, അതൊന്നും നോക്കണ്ട. ഇത് അല്ല, മാഡം ഇപ്പൊ ഇത് എന്തായാലും എടുക്കാൻ ആഗ്രഹിച്ച് എടുക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ മടക്കി പറഞ്ഞയക്കുന്നില്ല. ഞങ്ങൾ അതിനൊരു 300 രൂപ തരാം. 300 രൂപ. 300? സാർ, അത് ആക്രി കച്ചവടക്കാരും കൂടി എടുക്കില്ല എന്ന് പറഞ്ഞു. ഇവിടെ വെറുതെ സ്ഥലം മുടങ്ങി കിടക്കുള്ളൂ. ഇനിയിപ്പോ സാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സാറാ പഴയ ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കോ. ഇതിന്റെ റേറ്റ് തന്നെ മതി. അല്ല, എന്നാ പിന്നെ അത് തന്നെയാണ് അല്ലേ കൊണ്ടുപോവാ. അല്ല, 300 രൂപക്കൊക്കെ എന്ത്? 300 രൂപ കൊടുക്കാൻ പറ്റുമോ? ശീതളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ 350 രൂപയോട്ടെ കാശ്. തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ പൈസ കൊടുക്കണ്ടേ? എന്താ സാറേ? എന്നാ ഇത് വളരെ മോശമായിട്ടാ, ഭയങ്കര ലോ റേറ്റ് ആയി പോയത്. അത് നമ്മളിപ്പോ അങ്ങനെ സഹകരിച്ച് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വെക്കണതാണ് ഇവിടെ. അല്ലാണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഓക്കെ, ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാലേ. ഉണ്ണിയെ സാറേ ഇത് പാക്ക് ചെയ്യാൻ നോക്കട്ടോ. അങ്ങോട്ട് ഇരുന്നോളൂ സാറേ, ഞാൻ ബില്ല് റെഡി ആക്കിയിട്ട്. കാര്യമില്ല, ഒരു കംപ്ലൈന്റ്. നീ എന്താ വായും പൊളിച്ചിരിക്കുന്ന പാക്ക് ചെയ്യടാ. അല്ല സൂതേട്ടാ, ഈ ആക്രിക്കടക്കാർ പോലും എടുക്കാത്ത സാധനത്തിന് നിങ്ങൾ എതിരി 300 രൂപ കൊടുക്കുന്നു? ആരടാ പറഞ്ഞ ആക്രി കിടക്കാരൻ പോലും പൈസ തരില്ല? അല്ല, ഇപ്പം പറഞ്ഞല്ലേ അമ്മ. അത് അവരോട് പറഞ്ഞല്ലേ? എടാ, മന്മഥൻ വന്നാലേ കണ്ണും ചിന്തിയിട്ട് തരാം അതിന് 800 റുപ്യ. പിന്നെ ഈ ഫ്രിഡ്ജിന്റെ യഥാർത്ഥ വില എത്ര? അത് 15 കൊടുത്തല്ല. യഥാർത്ഥ വില എത്ര? 13 റുപ്യ. അപ്പൊ അതിന്നും കിട്ടിയ ലാഭം. അപ്പൊ ഈന്നും പൈസയായി, അവര് കൊണ്ടുവന്നതിൽ പൈസയായി. എന്റെ സംഭവം കേട്ടാ. നമ്മുടെ മോലാളി നാട്ടുകാരെ നന്നാക്കാനല്ല ഈ സ്ഥാപനം വെച്ചേക്കുന്നത്, മനസ്സിലായ? നീ ഇത് പാക്ക് ചെയ്യാൻ നോക്ക്, ഞാൻ ആ ബില്ല് കൊടുക്കട്ടെ. ഇങ്ങനെ പിടുത്തം കിട്ടും, ഭയങ്കര സംഭവം അല്ലേ പൈസ സംഭവം.
എന്തേ എന്താണ് എന്തിനാ മോങ്ങണ്? ഞാൻ വാങ്ങിയൊന്നുമില്ല. ഏതോ ശബ്ദം കേട്ടല്ലോ. എന്താ നിനക്ക് വിഷമം ഉണ്ടായത്? ഒന്നുമില്ലെന്നേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്താന്ന് അറിയണല്ലോ. എനിക്കാണെങ്കിൽ വിഷമം കണ്ടു കഴിഞ്ഞാ അതിലേറെ വിഷമം. എന്താ കാര്യം? അയ്യോ പറ. എന്താണ്? ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞാ ഇങ്ങനെ പറ. എന്താ നിനക്ക് വിഷമം ഉണ്ടായി പറ. വിഷമൊന്നുമില്ല. പിന്നെ ശ്യാമളേച്ചി ഫ്രിഡ്ജ് മേടിച്ചു. ആ ശ്യാമള ഫ്രിഡ്ജ് വാങ്ങിക്കോട്ടെ, അതിനെന്താ? എനിക്കും വേണം ഫ്രിഡ്ജ്. എനിക്ക് ഫ്രിഡ്ജ് മേടിക്കണം. ഇവിടെ ഇപ്പൊ ഒരു ഫ്രിഡ്ജിന്റെ ആവശ്യമില്ല. ഉണ്ട്. എന്താവശ്യം? പച്ചക്കറിയൊക്കെ വയ്ക്കാൻ. 100 തക്കാളി 200 വെണ്ടയ്ക്ക്. ഇതിനെന്തിനാണ് ഈ ഫ്രിഡ്ജ്? എനിക്ക് ഫ്രിഡ്ജ് വേണം. ഇവിടെ ഫ്രിഡ്ജിന്റെ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞോ നിന്നോട്? നിങ്ങൾക്ക് എന്റെ വിഷമം അറിയാൻ പാടില്ല. കുടുംബശ്രീ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ഓരോരുത്തർ പറയും അവരുടെ വീട്ടിലെ ഫ്രിഡ്ജ്, മിക്സി, TV എന്നൊക്കെ. എന്റെ വീട്ടിൽ മാത്രം ഒന്നുമില്ല. എനിക്ക് ഫ്രിഡ്ജ് വേണം. നമ്മളെ പോലെ ചായ കച്ചവടം ചെയ്യണ ഏതെങ്കിലും ആളുകളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ നോക്ക്. ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ഇനിയിപ്പൊ ഞാനത് അന്വേഷിച്ചിറങ്ങണം. നിങ്ങൾ എന്നെ എന്തും പറഞ്ഞ വിളിച്ചിറക്കി കൊണ്ടുവന്നത്? നിന്നെ ഞാൻ ഫ്രിഡ്ജ് തരാന്ന് പറഞ്ഞ് വിളിച്ചിറക്കി കൊണ്ടുവന്നാണോ? എന്നെ പട്ടുമത്തേക്ക് എടുത്താന്നും പറഞ്ഞാ കൊണ്ടുവന്ന്. നിന്നെ ഞാനോ? നന്നായി. ദേ, എനിക്ക് ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജിനൊക്കെ ഒരുപാട് പൈസയാവുന്ന്. എന്നാ ഇനിയിപ്പൊ ഈ മോതിരം കൂടിയേ ഉള്ളൂ. കൊണ്ട് വിറ്റോ, എന്നിട്ട് എനിക്ക് ഫ്രിഡ്ജ് വേണം. എന്നാ മോതിരം വിറ്റിട്ടൊക്കെ എന്തിനാണ് ഈ ഫ്രിഡ്ജ് വാങ്ങിക്കണത്? കൊണ്ടക്കോ. ഇനി ഒരു കാര്യം ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് മതിയോ? സെക്കൻഡ് ഹാൻഡ് മതിയോ? എന്നാ മന്മഥന്റെ കടയിലുണ്ടാവും, അവിടെ പോയിട്ട് പറ്റിയത് നോക്കി എടുക്കാം. എന്നാ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇപ്പൊ പോവാൻ വയ്യ, പിന്നെ ഇപ്പൊ ഭയങ്കര തലവേദന. നാളെ പോവാം. നാളെ തന്നെ പോണം. നാളെ പോവാം. ഒരു ചായ എടുത്തോ. ഒരു ചായ എടുക്ക്. ഇന്നെന്താ കട തുറക്കാത്തെ? ഇന്ന് സമരം. എന്ത് സമരം? പാൽ സമരം. പിന്നെ പശുവൊക്കെ സമരത്തിലോ? പാല് നീ പോയി തലവേദന ചായ എടുക്കും. ഏട്ടന് ഇന്ന് എന്തായാലും കട തുറക്കണല്ലോ. എന്നും ചായ അടിക്കണല്ലേ? ഇന്ന് ഇവിടുത്തെ ചായ അടിച്ചോ. വാ. എനിക്ക് തലവേദനിക്കുന്നുണ്ട് മണ്ടുവോ. പോയി ഒരു ചായ എടുക്ക്. നാളെ രാവിലെ പോവോ? ആക്രമണയാണെങ്കിലും ഒരു വൃത്തിയും വനയും വേണ്ടേ? ഇയാളടുത്ത് എത്ര പറഞ്ഞാലും ഒരു സാധനം ഒന്ന് വൃത്തിയാക്കി വെക്കൂല. എന്തായി സെലക്ട് ചെയ്താ? ആ ചുവന്ന ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ട് വരിക. അല്ല, ആ ചുവന്ന ഫ്രിഡ്ജ് നോക്കാൻ രാവിലെ ഒരു ടീം വന്നിരുന്നില്ലേ രാഘവേട്ടാ? ഏത് ടീം? മറ്റേ പ്രകാശ്, കളക്ടറേറ്റിലുള്ള പ്രകാശ് രാവിലെ വന്നില്ലേ? അവരെന്താ പറഞ്ഞു? അവര് വൈകുന്നേരം വരാറിന്. ഓ അയ്യോ, നിങ്ങളല്ലേ പറഞ്ഞത് കച്ചവടമായിട്ടില്ല, കുഴപ്പമില്ല. അല്ല, അവർ അഡ്വാൻസ് വല്ലതും തന്നായിരുന്നാ? ഇല്ല, തന്നിട്ടില്ല. അന്നല്ലേ പിന്നെ കുഴപ്പമില്ല, നമ്മൾ അഡ്വാൻസ് മേടിച്ചില്ലേ പ്രശ്നമില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് വേണം. അതിപ്പോ എന്ത് പറയാതിരിക്കുന്നത്? 10,000-2,000 തന്നിട്ട് എടുത്തിട്ട് പോ. 2,000 റുപ്യ എന്തായി പറയുന്നത് ഫ്രിഡ്ജിനോ? 2,000 ഞാൻ ചോദിച്ചോളൂ. ഫ്രിഡ്ജാണ് സാധനം നമ്മൾ തമ്മിൽ കച്ചവടം ചെയ്യണത്. പഴയ ഫ്രിഡ്ജല്ലേ. എന്താണ് സത്യം? രാത്രി കടയിൽ വന്നിട്ട് പഴയത് ഇവിടെ പുതിയത് എടുത്തു നോക്കിയാൽ നിങ്ങൾ ഇവിടെ വരുമോ? സത്യം പറയട്ടെ, രാവിലെ വന്ന ടീമിനോട് ഞാൻ 2,000 റുപ്യ കുറച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവര് വൈകിട്ട് വരാന്ന് പറഞ്ഞൊക്കെയാണ്. എത്ര ഉണ്ട് പറയ്. അതിലുണ്ടെന്ന് അതിന് പൈസ കളിക്കല്ലേ, സത്യശീലത്തിൽ കളിക്കല്ലേ. ഇത് എനിക്ക് മെനക്കെട് കൂലി ഒരു ആയിട്ടല്ലേ ഇത്. 1,000 റുപ്യല്ലേ?
ഇത് എന്ത് കളി എന്ന് വിചാരിക്കണത്? ഞാൻ എത്ര രൂപ എടുത്ത് എത്ര സാധനം അറിയാമോ ഇത്? അതെ, ആ നീല ഫ്രിഡ്ജ് എടുത്തു കൊടുക്കും. നീല വേണ്ട, ഒന്നുമില്ല, അതിനൊരു കുഴപ്പമില്ല. അതിന് ചെറിയൊരു മൂളൽ മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രശ്നം ചുമപ്പ് തന്നെ വേണം. അതാ അല്ല, ചോപ്പ്. അതെ, എന്താ അറിയോ? സത്യം. ഒന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 500 രൂപ ഇടയ്ക്ക് കൊടുത്തേ. ഒരു കാര്യം ചെയ്യാം, ആ നീല ഫ്രിഡ്ജ് നിങ്ങൾ കൊണ്ടുപോകാൻ നല്ലതാ. ഒരു കാര്യം 100 രൂപ കൊടുക്കും. 100 രൂപ കൊടുക്കും. ആ, എന്നിട്ട് ഒരു 50 കൂടെ ഞാൻ എന്റെ ലാഭമാണ് 50 രൂപ. ആ, പോട്ടെ പോട്ടെ, ഇനി ആ പോട്ടെ. ഇനി ഞാനിനി അതിന്റെ പേരിൽ ഇനി ലാഭം വേണ്ട. നിങ്ങൾ കച്ചവടം കൊച്ചിനെ വിഷമിപ്പിക്കണ്ട. പിന്നെ അതിന്റെ വേറെ ചെറിയൊരു കാര്യമുള്ളത്, അതിനകത്ത് ഒരു ചെറിയ പോരായ്മയുണ്ട്. എന്താ? വിഷമിക്കാനൊന്നുമില്ല, അതിന്റെ ആ ഡോറുണ്ടല്ലോ, അടയില്ല. ആ, അത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ ഗ്യാപ്പ് വരും. ഡോറടിവില്ലേ? ആ, അതൊന്നുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കുറച്ച് ദിവസത്തേക്ക് സാധനം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റൂളോ ചെറിയ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം ചാരി വെച്ചാൽ മതി. ഈ ഫ്രിഡ്ജിന്റെ ഡോറടിയില്ലെങ്കിൽ പ്രശ്നമല്ലേ? ആ, തണുപ്പ് പോവില്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ആളെ പറഞ്ഞു വിടാം. 150 രൂപ കൊടുത്താൽ മതി, അത് ശരിയാക്കി തരും. അപ്പൊ അതിന്റെ പൈസ നിങ്ങളോട് കൊടുക്കും കേട്ടോ. ഞാൻ കൊടുക്കും. എന്റെ കയ്യിലിഞ്ഞിപ്പില്ല, ഞാനിപ്പോ ഓട്ടോറിക്ഷക്കൊക്കെ പൈസ കൊടുക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ കൊണ്ടാക്കണം, ഞാൻ വീട്ടിൽ എത്തിച്ചേരാം. എനിക്കിപ്പോ ഒരു ലോഡ് അവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ കൂടുതൽ ഞാൻ അവിടെ ഇറക്കി തരാം. അതിന്റെ കാശ് ലാഭിച്ചില്ലേ? അത് എന്റെ വക ഒരു ഡിസ്കൗണ്ട് ഇരുന്നോട്ട്. വലിയ ഉപകാരം. നന്നാക്കാൻ പറഞ്ഞോണ്ട് കാശ് കൊടുത്തേക്കണം. അവരുടെ ഞാൻ പറയരുത് കേട്ടോ. ഞാൻ പറയത് ആളെ കിട്ടാനില്ലാത്ത സമയം. എന്നാ പിന്നെ കേട്ടോ, ഈ സാധനം എടുക്കും കേട്ടോ. അല്ലല്ല, ഇതെന്താറിയോ, എനിക്ക് ആ മറ്റേ ചായക്കട മുകളിൽ എനിക്ക് ആ ഗ്ലാസ്സുകളൊക്കെ സത്യശീല ഇത് തരാൻ പറ്റില്ല. ഇത് നമ്മളെ ആന്റണി ഇല്ല, അവിടെ ചായ തട്ടുന്നത്. അവൻ രാവിലെ വന്ന് നോക്കിട്ട് പോയി. അവൻ 100 രൂപ പറഞ്ഞ സാധനമാണ്. ഒരു കാര്യം ചെയ്യും, അല്ല ഒരു 50 രൂപ എത്തിക്കട്ടോ. വരുന്ന സാധനം കയറ്റർക്കൊക്കെ ചെയ്യുമ്പോ അതിന്റെ ഒന്ന് നിങ്ങളൊക്കെ ചുമപ്പ് തന്നെ. ആ ചുവപ്പ ഇവരൊക്കെ വേറെ വല്ല കടയിൽ പോയി പുതിയ സാധനം മേടിക്കുമ്പോ എന്ത് ചെയ്യും? നിങ്ങൾ ഇതൊക്കെ പറയിക്കൊണ്ട് പോകുമോ? രാഘവട്ടാ, ആ ഫാനൊന്ന് ഓൺ ചെയ്തേ. മൂന്നില് ഓ, അതാ ഗോഡൌണിലെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തായിരുന്നാ? കറണ്ട് ബില്ല് കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്ന് അറിയാലോ? ഇച്ചിരി സ്പീഡിൽ കറക്റ്റ്. ക്ഷീണമുണ്ടോ? എന്നാ ഇച്ചിരി സ്പീഡിന് അറിയിക്കുക. ഫാൻ മേടിക്കണം സാറേ. ഇത് എന്താ ഒരു ഫാൻ മേടിക്കണം.